ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾക്ക് ഓഫാണ്. ഞങ്ങൾ പക്ഷേ ഇന്ന് താമസിച്ചു പോയി. അല്ലെങ്കിൽ ഞങ്ങളൊരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എഴുന്നേൽക്കുന്നതാണ്. പക്ഷേ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും താമസിച്ചൊരു 11:30 ആയപ്പോഴാണ് എഴുന്നേറ്റത്. അങ്ങനെ ചടപടയെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് പിന്നെ ചായയൊക്കെ രാവിലെ എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ ഭാഷയെ പറഞ്ഞ് ഉച്ചയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് ചായയൊക്കെ ഇട്ടു. പിന്നെ പെട്ടെന്ന് അടുക്കളയിൽ പോയി. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെ 2-3 സ്റ്റാഫുണ്ട്. അവർ വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ ഞങ്ങൾ മീൻകറി വെച്ചിട്ടുള്ളത് കൊണ്ട് തോരൻ വെച്ചാൽ മതിയായിരുന്നു, ഒരു മോരുകറിയും വെക്കണമായിരുന്നു. അങ്ങനെ പിന്നെ സവാളയൊക്കെ അരിഞ്ഞു. അതാണ് ഈ കാണുന്നത്. അത് പെട്ടെന്ന് ചോപ്പർ ഇട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്തു. എല്ലാം എളുപ്പ പരിപാടിയാണ്. കാരണം ഓൾറെഡി ഞങ്ങൾക്ക് ഡ്യൂട്ടി ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്. അതിൻ്റെ കൂട്ടത്തിന് ഈ വെള്ളിയാഴ്ച ഒരു കിട്ടുന്ന ഓപ്പും കിടന്ന് അടുക്കള കിടന്ന് ബുദ്ധിമുട്ടുള്ള കരുതി പെട്ടെന്ന് ഞങ്ങൾ ചടപടയെന്ന് പറഞ്ഞുകൊണ്ട് കറിയൊക്കെ വെച്ചു. അങ്ങനെ മീൻകറിയും തോരനും മോരുകറിയും വെച്ചു. ഇന്നലെ പിന്നെ ഞങ്ങളോട് ഓൾറെഡി അവളുമാർ പറഞ്ഞായിരുന്നു കിച്ചൺ ഒന്ന് അവർക്കൊന്ന് ക്ലീൻ ചെയ്യണം നന്നായിട്ട് എന്ന്. കാരണം വെള്ളിയാഴ്ച ദിവസം ഓരോരുത്തർക്കാണ് ക്ലീനിങ് ഡേ എങ്കിലും കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു നന്നായിട്ട് അവർക്കൊന്ന് ക്ലീൻ ചെയ്യണം, അതുകൊണ്ടൊന്ന് വെള്ളിയാഴ്ച ഹെൽപ്പ് ചെയ്യണം. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങളുടെ പരിപാടിയൊക്കെ തുടങ്ങി. കാരണം ഞങ്ങൾ ആ കാര്യങ്ങൾ മറന്നുപോയി, ആ പറഞ്ഞ കാര്യം. അതുകൊണ്ട് അവളുമാരെന്തുവായാലും പക്ഷേ നേരത്തെ എഴുന്നേറ്റുമെങ്കിലും അവർ വന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി കുറച്ചിന് മാറി നിന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ തോരനും മോരുകറിയും മീൻകറിയൊക്കെ ആയിട്ട് വെച്ചു. പിന്നെ ഇനിയിപ്പം റൂം ഞങ്ങൾക്ക് വൃത്തിയാക്കാനുണ്ട്. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഞങ്ങൾ മിനിയുടെ റൂമും ഞങ്ങളുടെ റൂമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയതുകൊണ്ട് ഇപ്പോൾ ഈ പ്രാവശ്യം എന്തോന്നറിയത്തില്ല, 2-3 ദിവസം നന്നായിട്ട് റൂം കിടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം ഞങ്ങൾക്ക് വൃത്തിയാക്കേണ്ടി വന്നില്ല. അവളെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, അവൾ ഉറങ്ങുവാണ്. എന്നെ ഏൽപ്പിച്ചിട്ട് അവൾ സുഖമായിട്ട് കിടന്നുറങ്ങും, അവൾക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞാൻ കിടന്നുകൊണ്ട് ഈ റൂമിൽ കിടന്നുകൊണ്ട് കഷ്ടപ്പെടുവാണ്. 2 റൂമും ഞാൻ ഒറ്റയ്ക്ക് എല്ലാം അടിച്ച് വാരി വൃത്തിയാക്കി എല്ലാം ഭംഗിയായിട്ട് ഞാൻ വെച്ചു. അവളപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് മണിക്കൂറോളം കിടന്നുറങ്ങി. അല്ല ഗൈസ്, അവൾ നന്നായിട്ട് എൻ്റെ കൂട്ടത്തിൽ കൂടുന്നതാണ്. പക്ഷേ അവൾ നല്ല ക്ഷീണമായിരുന്നു, ഡ്യൂട്ടിയൊക്കെ ആയതുകൊണ്ട് അവൾ പിന്നെ കിടന്നുറങ്ങി. ഞാൻ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ ചോറും ഞാൻ പറഞ്ഞ പോലെ തോരനും ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സമയത്താണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ടിനെ കിട്ടി. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും ഞങ്ങൾ ബ്ലസ്സിയെ പറ്റി. ബ്ലസ്സി വെക്കേഷൻ നാട്ടിൽ പോയിക്കുമായിരുന്നു മോളെ കൊണ്ടുവരാൻ വേണ്ടി. അങ്ങനെ മോളൊക്കെ ആയിട്ട് ബ്ലസ്സി വന്നു. അവൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ബ്ലസ്സിക്ക് ഫ്രൈഡേ ഡ്യൂട്ടി. ബ്ലസ്സി ഫ്രൈഡേ ഡ്യൂട്ടിക്ക് കയറി. പിന്നെ മോളെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അവൾ അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റെതസ്കോപ്പും തെർമോമീറ്ററും സിസറും ഒക്കെ ആയിട്ട്. നീതുവിനെ പഠിപ്പിക്കുകയാണ്. ഇത് തെർമോമീറ്ററാണ്, ഇത് സ്റ്റെത്താണെന്നൊക്കെ. പുള്ളിക്കാരിക്ക് ഞങ്ങളെക്കാളും നല്ല മെഡിക്കൽ ഫീൽഡിലെ കാര്യങ്ങളൊക്കെ അറിയാം. പ്ലീസ് നന്നായിട്ട് പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പിടിച്ച് ഡാൻസൊക്കെ കളിപ്പിച്ച് നന്നായിട്ട് ഡാൻസ് കളിക്കും മിടിക്കുകയാണ്. അപ്പോഴേ വിചാരിച്ച കൊച്ചിന് എന്തെങ്കിലും ഞങ്ങൾ വെച്ച് കൊടുക്കണമെന്നല്ലോ എന്ന് വിചാരിച്ച് ഞാനും ഇതും കൂടെ പിന്നെ കുറച്ച് സവാള ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഉള്ളിവട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾക്ക് കൊടുത്തു. അവൾ ആദ്യം ചോദിച്ചത് ഉള്ളിവടയാണോ എന്ന്. ഞങ്ങളുടെ 2 അതിഥികളുണ്ട്. ഇത് പ്ലസ് ചേച്ചി, ഇത് പ്ലസ് ചേച്ചിയുടെ മോള്. ഹായ് പറ. ഹായ്. നമ്മൾ എവിടെ പോവാ? പാർക്കിൽ പോവാ. അങ്ങനെ ജിവാനയ്ക്ക് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 4 പേരും കൂടെ അങ്ങനെ പതിയെ പിന്നെ നടന്നു. കുറേ നടക്കാനുണ്ടായിരുന്നു. അബ്ദുൾ അസീസ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റായിട്ട് പാർക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ ചെന്നു. അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് നമുക്ക് പിള്ളേർക്ക് പറ്റിയതായിട്ടൊരു എന്തോ കളിക്കാനായിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് കുറച്ച് 10 മിനിറ്റ് നടന്നിട്ടുള്ള ഒരു ദൂരമാണ്. ഒത്തിരി ഒന്നുമില്ല അവിടെ കാണാനായിട്ട്. അവിടെ പാർക്ക് കളിക്കാനായിട്ട് ജിവാനയെ കൊണ്ട് വന്നതാണ് കളിക്കാനായിട്ട്. ജിവാനയ്ക്ക് പറ്റിയ എന്തോ ആണ് കളിക്കാനായിട്ട്. ഒന്നേ ഉള്ളൂ, ഒരു ഊഞ്ഞാൽ മാത്രമുണ്ട്, വേറെ ഒന്നുമില്ല അവിടെ. പിന്നെ ഇവിടെ ഇരിക്കാം. പിന്നെ അവളുമായിട്ട് കുറേ നേരം ഞങ്ങൾ അവിടെ കറങ്ങി. ആ സമയത്താണ് അതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു പാർക്കുണ്ടെന്ന് ബ്ലസ്സി പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടുന്ന് പിന്നെ ഞങ്ങൾ കുറേ അങ്ങോട്ട് നടന്നു. ഈ കാണുന്ന പാർക്കിൻ്റെ സൈഡിലാണ് ഈ റോസപ്പൂവും പിന്നെ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കമ്പും കോലുമൊക്കെ എടുത്തുകൊണ്ട് ബ്ലസ്സി പോയിട്ടുണ്ട്. ആർക്കറിയാതെ ഇനിയിപ്പം വെക്കുമോ എന്നുള്ള കാര്യം. പൂവാക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമ്പൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. കൂട്ടത്തിൽ നീതു അവളെ പ്രോത്സാഹിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ആൾ പിന്നെ അവിടെ കുറേ നേരം ഊഞ്ഞാലൊക്കെ ആടി ജുവാന. എന്നിട്ട് പിന്നെ ഞങ്ങൾ വേറെ പാർക്കിലേക്ക് പോയി. അവിടെ ഇതൊക്കെ തന്നെ സെയിം തന്നെയാണ്. അബ്ദുൾ അസീസ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ 2 ഉള്ളത്. അവിടെ കുറേ നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നടന്നു ഞങ്ങൾ. ജുവാനെ നന്നായിട്ട് ടയേർഡായി, ഞങ്ങൾ നല്ല ടയേർഡായി. അവളോടേക്ക് വെള്ളം വേണം, ചോറ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾ നല്ല ബഹളമായിരുന്നു. പിന്നെ കുറേ നേരമൊക്കെ ഞങ്ങൾ അവളെ പിടിച്ചിരുത്തി. അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ അടുത്തുള്ള ബ്രോസ്റ്റ് കടയിൽ ചെന്നു. ബ്രോസ്റ്റും പിന്നെ 2 ബർഗറും ഒക്കെയാണ് വാങ്ങിച്ചത്. പക്ഷെ നന്നായിട്ട് ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയ സമയത്താണ് നീതു പറയുന്നത് അവൾക്ക് മുട്ട വാങ്ങിക്കണം, പാല് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ പോയി ഇതൊക്കെ വാങ്ങിച്ചു. തിരിച്ച് റൂമിലേക്ക് പോയി. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.